എല്ലാവർക്കും സിവിൽ ടെക്കിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് എടുക്കാൻ പോകുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ തന്നെ മുന്നേ നമ്മൾ 2 ക്ലാസ്സും 2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നടത്തിയിട്ടുണ്ട്. അത് പെയിൻറ്റ് ടോപ്പിക്കിൻ്റെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ ആ ക്ലാസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെയാണ് പറയാൻ പോണത്. അതിൻ്റെ മുന്നേ നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്താണെന്ന് ഒന്നുകൂടെ ഞാൻ പറയാം. ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ എനി മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ പേർപ്പസ് ആണ്. അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിനെയും നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നാണ് പറയുക. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റോണ്, കോൺക്രീറ്റ്, സെറാമിക് മെറ്റീരിയൽസ്, ഇതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെയൊക്കെ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നാണ് പറയുക. അപ്പം ഈ പിക്ചറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ബ്രിക്ക് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, ടൈലുണ്ട്, ടിമ്പർ ഉണ്ട്, അപ്പം പ്ലംബിങ് റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പം നമ്മൾ ഇതിന് കംപ്ലീറ്റ് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ആ ഒരു സെക്ഷനിൽ തന്നെയാണ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, നമുക്ക് എക്സാം റിലേറ്റഡ് ഏതൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട്, അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ സ്പ്ലിറ്റപ്പാണ് മെയിനായിട്ട് വേണ്ടതെന്നുള്ളത് ഞാനൊന്ന് ഷോർട്ടായിട്ട് അതിൻ്റെ ഹെഡിങ്സ് മാത്രം വായിക്കാം. ക്ലാസ് നമുക്ക് വൈഡായിട്ട് പിന്നീട് എടുക്കാം. അപ്പം ബിൽഡിംഗ് മെറ്റീരിയൽസ് സ്റ്റോൺ വരുന്നുണ്ട്, ക്ലേ പ്രൊഡക്റ്റ് വരുന്നുണ്ട്, ബ്രിക്ക്, ലൈം, സിമൻറ്റ്, സാൻഡ്, മോട്ടാർ, സിമൻറ്റ്, കോൺക്രീറ്റ്, ടിമ്പർ, മെറ്റൽസ് ആൻഡ് അലോയ്, ഗ്ലാസ്, പെയിൻറ്റ്, വാർണിഷ്, ഡിസ്റ്റംബറിങ്. പെയിൻറ്റിങ്ങിൻ്റെ ടോപ്പിക്ക് നമ്മൾ ഓൾമോസ്റ്റ് എടുത്തു കഴിഞ്ഞതാണ്. അപ്പം ആ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ തന്നെ ഞാനിപ്പം നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തതാണ് ഇപ്പം സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. ഇപ്പം നാച്ചുറലി, ഇതിൽ തന്നെ നാച്ചുറലി വരുന്നതാണെങ്കിൽ വുഡ്, ക്ലേ ഓർ സോയിൽ, റോക്ക്, ഗ്രാവൽ, ഇതൊക്കെ നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ സിമൻറ്റ്, ലൈം, ബ്രിക്ക്, സ്റ്റോണ്, സെറാമിക്, ഗ്ലാസ്, പെയിൻറ്റ് ആൻഡ് വാർണിഷ്, പ്ലാസ്റ്റിക്സ്, ടൈല്, മാർബിൾ, ഗ്രാനൈറ്റ്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഇതേ രീതിയിലൊന്നും നമുക്ക് പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തൊക്കെയാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, അതിൻ്റെ കുറേ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും, അതെന്തൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്, അതിലെന്താണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ മെയിനായിട്ട് നോക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇപ്പം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, അതായത് മെറ്റീരിയൽസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ട്രെങ്ത്ത്, ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, ഡക്റ്റിലിറ്റി, ബ്രിട്ടിൽനെസ്, മാലിയബിലിറ്റി, ടഫ്നെസ്, ഹാർഡ്നെസ്, സ്റ്റിഫ്നെസ്, ക്രീപ്പ്, പാറ്റിക്യൂ സ്ട്രെങ്ത്ത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ. കാരണം ഇതിൻ്റെത് എക്സാമിന് അധികവും ചോദിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഓൾറെഡി നമുക്ക് സിലബസിലുണ്ട്. അപ്പം അത് റിലേറ്റഡ് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കി വെക്കുക. നമുക്കിത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ജസ്റ്റ് ആ ഒരു പേര് കേൾക്കുക, അത് ഇന്നതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ്ണിലേക്ക് പോവാം. ഫസ്റ്റ് വണ്ണ് സ്ട്രെങ്ത് ആണ് വരുന്നത്. ദ കപ്പാസിറ്റി ഓഫ് മെറ്റീരിയൽ ടു വിത്ത്സ്റ്റാൻഡ് ലോഡ് ഈസ് കോൾഡ് സ്ട്രെങ്ത്. അതായത് നമുക്ക് ഈ ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിക്കാണ് നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മളെയൊക്കെ സ്ട്രെങ്ത്, നമ്മൾ സ്ട്രോങ് ആണെന്നൊക്കെ പറയുന്നതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പം നമുക്ക് ആ സ്ട്രെങ്ത്തിൽ തന്നെ ഇപ്പം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്, ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്, ഷിയർ സ്ട്രെങ്ത് ഉണ്ട്. അപ്പം അതൊക്കെ എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറയാം. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ആൻഡ് അപ്ലൈഡ് സ്ട്രെസ് വിത്തൗട്ട് ഫെയിലിയർ. നമ്മളിപ്പം ഒരു മെറ്റീരിയലിൽ സ്ട്രെസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആ ഒരു ഫെയിലിയർ ഇല്ലാണ്ട് അതിന് എത്രത്തോളം ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു സാധനത്തിനെയാണ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ കംപ്രസീവ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ആക്സിയൽ ഡയറക്ഷൻ
പുഷിങ് ഫോഴ്സസ്. ഇപ്പോൾ നമുക്ക് പുഷിങ് ഫോഴ്സസ് വരികയാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയാണ് നമ്മളിപ്പം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെൻസൈൽ സ്ട്രെങ്ത് ആണെങ്കിൽ മാക്സിമം സ്ട്രെങ്ത് വൈൽ ബീയിങ് സ്ട്രെച്ച്ഡ് ഓർ പുൾഡ് ബിഫോർ നെക്കിങ്. അപ്പോൾ നമ്മൾ ടെൻസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ വലിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്, ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ വലിക്കുകയാണെങ്കിൽ അതിന് ആ ഒരു എത്രത്തോളം ആ ഒരു വസ്തുവിനെ നോർമൽ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആ ഒരു സ്ട്രെങ്ത്തിനെയാണ് നമ്മളിപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുക, അപ്പോൾ നിങ്ങളൊരാൾ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് മൂവ് ആവണില്ല. അപ്പോൾ നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ്, നിങ്ങളിപ്പം ആ ഒരു എക്സ്റ്റേണൽ ആ ഒരു വലിക്കുന്ന ഒരു വ്യക്തിനേക്കാളും സ്ട്രോങ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിന്ന സ്ഥലത്ത് തന്നെ നിങ്ങളുണ്ടാവും. അപ്പം അതുപോലെയൊക്കെ നോക്കിയാൽ മതി. ആ ഒരു സാധനമാണ് ഇപ്പം ടെൻസൈൽ. ഞാനിപ്പോൾ വലിക്കാമെന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ ഇത് വെച്ചിട്ട് നോക്കരുത്, ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഇപ്പം എന്തെങ്കിലും കമ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുക. പിന്നെ നെക്സ്റ്റ് ഷിയർ സ്ട്രെങ്ത് ആണ്. ഷിയർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഷിയറിങ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് മെയിനായിട്ട് വേണ്ടത്. മനസ്സിലായെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ നോക്കാനുള്ളത് ഇലാസ്റ്റിസിറ്റി ആണ്. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ എ മെറ്റീരിയൽ വെൻ എക്സ്റ്റേണൽ ലോഡ് ഈസ് അപ്ലൈഡ് it undergoes deformation and on removal of the load it returns to its original position. നമ്മളിപ്പം എന്ത് ലോഡ് കൊടുക്കുകയാണെങ്കിലും, നമ്മൾ വലിക്കുകയാണെങ്കിലും, ഇപ്പം അതായത് കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിലും ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിലും നമുക്ക് അത് ആ ഒരു ലോഡ് റിമൂവ് ചെയ്തതിന് ശേഷം ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പ്ലാസ്റ്റിസിറ്റി ആണ്. ഇഫ് എ മെറ്റീരിയൽ ഡസ് നോട്ട് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ഓൺ റിമൂവൽ ഓഫ് എക്സ്റ്റേണൽ ലോഡ് ഇറ്റ് ഈസ് കോൾഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ. നമ്മളിപ്പം ആ ഒരു എക്സ്റ്റേണൽ ലോഡ് ഇപ്പം കംപ്രസീവ് ടെൻസൈൽ ഇപ്പം ഏതായാലും ഈ ലോഡ് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ അത് ആ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു വസ്തുവിനെ ഇപ്പം ടെൻസൈൽ ലോഡ് കൊടുത്ത് നമ്മളിപ്പോൾ വലിച്ച് നീട്ടി വെക്കുകയാണെങ്കിൽ അത് പിന്നെ ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ്. തിരിച്ചതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ആ പൊസിഷനിലേക്ക് അതിന് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയലാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഡസ് നോട്ട് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ഓൺ റിമൂവൽ ഓഫ് ദ എക്സ്റ്റേണൽ ലോഡ്. അപ്പം അത് അങ്ങനത്തെ വേർഡ്സൊക്കെ അണ്ടർലൈൻ ഇട്ടിട്ട് അത് ഓർത്ത് വെക്കുക. കാരണം നമുക്ക് കാര്യങ്ങൾ അറിയുകയാണെങ്കിലും എക്സാമിന് നമുക്ക് ഇങ്ങനെ ടേം വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ടേം വെച്ച് കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ കൺഫ്യൂഷൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ നോക്കാനുള്ളത് ഡക്റ്റിലിറ്റി ആണ്. നെക്സ്റ്റ് വൺ ഇപ്പം ഡക്റ്റിലിറ്റി ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെറ്റീരിയൽ ക്യാൻ അണ്ടർഗോസ് എ കൺസിഡറബിൾ ഡിഫോർമേഷൻ വിത്തൗട്ട് റപ്ചർ ഈസ് കോൾഡ് എ ഡക്റ്റൈൽ മെറ്റീരിയൽ. നമ്മളിപ്പം ഒരു ഫോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രഷറോ ഒരു വസ്തുവിൻ്റെ മേലിൽ കൊടുക്കുകയാണെങ്കിൽ അത് കൺസിഡറബിൾ ഡിഫോർമേഷൻ ആ വസ്തുവിന് ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അത് ഡാമേജ് ആവുകയില്ല, ഇപ്പോൾ പൊട്ടിപ്പോവുക അങ്ങനത്തെ അവസ്ഥയൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പം ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അണ്ടർഗോ ലാർജ് ഡിഫോർമേഷൻ ഡ്യൂറിങ് ടെൻസൈൽ ടെസ്റ്റ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോർ ടെൻഷൻ മെമ്പേഴ്സ്. അപ്പം നമ്മളിപ്പം ടെൻഷൻ ലോഡ് വരുന്ന ആ ഒരു ഏരിയയിൽ നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഈ നമ്മളിപ്പം ലാർജ് ഡിഫോർമേഷൻ സംഭവിക്കാത്തത്, നമുക്ക് ഈ ഡിഫോർമേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ കൂടെ ആ മെറ്റീരിയലിന് ഡാമേജ് ഉണ്ടാവാത്ത രീതിയിൽ നല്ല രീതിയിലൊരു ചേഞ്ചാണ് അതിന് വരുന്നതെങ്കിൽ ആ മെറ്റീരിയൽസ് നമ്മൾ ടെൻസൈൽ മെമ്പർ ആ ഒരു ഫോഴ്സ് വരുന്ന സ്ഥലത്ത് മോസ്റ്റ് സ്യൂട്ടബിളായിട്ട് യൂസ് ചെയ്യും. അപ്പം ഇതിന് എക്സാമ്പിളാണ് സ്റ്റീല്, കോപ്പർ, റോട്ട് അയോൺ, അലൂമിനിയം അലോയ്സ്. ഇതൊക്കെയാണ് നമുക്ക് മോസ്റ്റ് എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ ഡക്റ്റിലിറ്റി എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ടെൻസൈൽ മെറ്റീരിയൽ അല്ലെങ്കിൽ കംപ്രസീവ് മെറ്റീരിയൽ. നമുക്കിപ്പം ഏത് ഫോഴ്സാണോ വരുന്നത് അത് നമുക്ക് കറക്റ്റ് രീതിയിൽ ആ ഒരു നമുക്ക് പർപ്പസ് നമ്മളിപ്പോൾ മെറ്റീരിയൽസ് സൈറ്റിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളിപ്പം വീടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും അതൊരു ലോങ് ടേമിലേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന രീതിയിൽ നമ്മളിപ്പോൾ മെറ്റീരിയൽസ് സെലക്ട് ചെയ്തിട്ടുണ്ടിട്ടാണ് നമ്മളിപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇടുന്നുണ്ടാവുക. അപ്പം അതുപോലെ നമുക്കിപ്പം ഈ ഒരു ടെൻസൈൽ ഫോഴ്സും ഇങ്ങനത്തെ ഫോഴ്സ് വരുന്നുണ്ട്, പക്ഷെ അതിന് മെറ്റീരിയൽസിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഡീഫോർമേഷനാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡക്റ്റിലിറ്റി എന്ന് പറയും. അതിന് എക്സാമ്പിൾസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് ബ്രിട്ടിൽനെസ് ആണ്. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ മെറ്റീരിയൽ കാനോട്ട് അണ്ടർഗോസ് എനി ഡീഫോർമേഷൻ വെൻ സം എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ് ആൻഡ് ഇറ്റ് ഫെയിൽസ് ബൈ റപ്ചർ. നമ്മളിപ്പം എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അത് ഫെയിലാവുകയാണെങ്കിൽ അങ്ങനത്തതാണ് നമ്മളിപ്പം ആ ഒരു അതിനെയാണ് നമ്മൾ ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത്. ഇഫ് എ മെറ്റീരിയൽ കാനോട്ട് അണ്ടർഗോസ് എനി ഡീഫോർമേഷൻ വെൻ സം എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഫെയിൽസ് ബൈ റപ്ചർ. സ്ട്രോങ്ങർ ഇൻ കംപ്രഷൻ ആൻഡ് വീക്ക് ഇൻ ടെൻഷനാണ് ഇതിൽ വരുന്നത്. CI അതുപോലെ ഗ്ലാസ്, കോൺക്രീറ്റ്, ബ്രിക്കൊക്കെയാണ് ഇപ്പം ബ്രിട്ടിൽനെസ്സിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മാലിയബിലിറ്റി ആണ്. മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് മെറ്റീരിയൽ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ദ തിൻ ഷീറ്റ് ബൈ ഹാമറിങ്. എക്സാമ്പിൾസ് ഗോൾഡ്, സിൽവർ, കോപ്പർ, അലൂമിനിയം, ടിന്ന്, ലെഡ്, സ്റ്റീൽ എക്സെട്ര. അതായത് നമ്മൾ ഇപ്പം ഒരു മെറ്റീരിയലിനെ തിൻ ഷീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളിപ്പം ഒരിപ്പം സിൽവറോ അല്ലെങ്കിൽ സ്റ്റീലോ എടുത്തിട്ട് നമ്മളിപ്പോൾ അതിനെ അടിച്ച് പരത്തുക എന്ന് പറയും. ആ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതങ്ങനെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അതായത് കൺവേർട്ടഡ് ഇൻ ടു തിൻ ഷീറ്റ് ബൈ ഹാമറിങ്. അങ്ങനെ നമ്മളിപ്പോൾ തിൻ ഷീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് ടഫ്നെസ് ആണ്. കപ്പാസിറ്റി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ബിഫോർ റപ്ചർ ഈസ് കോൾഡ് ടഫ്നെസ്. എക്സാമ്പിൾ മൈൽഡ് സ്റ്റീൽ, റോട്ട് അയൺ. ഇപ്പം ഒരു റപ്ചർ ഉണ്ടാവുന്നതിൻ്റെ മുന്നേ ആ ഒരു മെറ്റീരിയലിന് എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ടഫ്നെസ് എന്ന് പറയുന്നത്. അപ്പം അതും ആ ഒരു ടേം അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. നമുക്കിത് പറയുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും, പക്ഷേ എങ്കിലും ആ ഒരു ടേം എങ്ങനെയാണിത് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തിട്ട് നോക്കി വെക്കുക. അപ്പോഴാണ് നമുക്ക് എക്സാമിന് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് വൺ നോക്കാനുള്ളത് ഹാർഡ്നെസ് ആണ്. ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽസ് ടു അബ്സോർബ് ഇൻഡൻഷൻ, വിയർ ആൻഡ് സ്ക്രാച്ചസ് ഈസ് കോൾഡ് ഹാർഡ്നെസ്. CI ഈസ് ഹാർഡസ്റ്റ് മെറ്റീരിയൽ. അതായത് ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ ടു അബ്രേഷൻ, ഇൻഡൻഷൻ, വിയർ ആൻഡ് സ്ക്രാച്ചസ് ഈസ് കോൾഡ് ഹാർഡ്നെസ്. ഈ അബ്രേഷൻ, വിയർ, സ്ക്രാച്ചസ്, ഇൻഡൻറ്റേഷൻ ഇതൊക്കെ കറക്റ്റ് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് നോക്കി വെക്കുക. പിന്നെ നെക്സ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാനുള്ളത് സ്റ്റിഫ്നെസ് ആണ്. സ്റ്റിഫ്നെസ് മീൻസ് ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിഫോർമേഷൻ ഇൻ എ മെറ്റീരിയൽ ഈസ് കോൾഡ് സ്റ്റിഫ്നെസ് ആണ്. അപ്പം അതും കറക്റ്റ് നോക്കി വെക്കുക എന്താണ് സ്റ്റിഫ്നെസ് എന്ന്. നെക്സ്റ്റ് ക്രീപ്പാണ്. ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഎലാസ്റ്റിക് ഡീഫോർമേഷൻ ഡ്യൂ ടു സസ്റ്റെയിൻഡ് ലോഡ് ഈസ് നോൺ ആസ് ക്രീപ്പാണ് പറഞ്ഞത്. അപ്പം അതും അങ്ങനെ തന്നെ നോക്കി വെക്കുക. നമ്മൾ ആ ഒരു ടേമും കാര്യങ്ങളും അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്തോ അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ ആണ്. ബൾക്ക് ഡെൻസിറ്റി, വാട്ടർ അബ്സോർപ്ഷൻ, പെർമിയബിലിറ്റി, ഡ്യൂറബിലിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പിന്നീട് നോക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് പഠിക്കാനൊട്ടും ഇല്ലതാണ്, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ മനസ്സിലാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേം അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. അപ്പം അതിൽ നമുക്ക് എക്സാമിന് കൂടുതൽ ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇത്രയും പ്രോപ്പർട്ടീസാണ് നമുക്ക് നോക്കാനുള്ളത് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ. ഇനി നമുക്ക് മെറ്റീരിയൽസും റിലേറ്റഡുമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.